പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്കും അതുവഴി അബ്രഹാമിൻ്റെ സഹോദരനായ ലോത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന ഒരു പാഠം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയമാക്കാം. ഇതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് സോദോമിൻ്റെ ശാപം എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലും 19-ാം അധ്യായത്തിലും ഇതേ സംബന്ധിച്ച് പ്രത്യേകമായി പ്രതിപാദിച്ചിരിക്കുന്നു. അത് നമ്മൾ വായിക്കുന്നത് നന്നായിരിക്കും. സോദോമിൻ്റെ പാപം. സോദോം മാത്രമല്ല, സോദോമിനോട് ചേർന്ന ഗോമോറ എന്ന നഗരവും ശപിക്കപ്പെട്ടതായി പോകുന്നു എന്നാണ് കാണുന്നത്. എന്നാൽ അതിന് പൊതുവെ സോദോമ്യ പാപം, സോദോമിന് ലഭിച്ച ശാപം എന്ന് പൊതുവെ നമ്മൾ പറയും. അതുകൊണ്ടാണ് ഇന്നത്തെ പാഠത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് സോദോമിൻ്റെ ശാപം എന്നുള്ളത്. എന്തുകൊണ്ട് സോദോം ശപിക്കപ്പെട്ടു? ആ സ്ഥലം ആകമാനം, ആ പട്ടണം ആകെക്കൂടെ, അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വലിയ പാഠം നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു വലിയ തിരിച്ചറിവിലേക്ക് നാം വരേണ്ടതുണ്ട്. എന്താണ് ഈ ഭാഗത്ത് പറയുന്ന പ്രധാനപ്പെട്ട പാപം? സോദോമ്യ പാപം, സോദോം ഗോമോറ ദേശങ്ങളിലെ പാപം എന്താണ്? ആണോട് ആൺ, പുരുഷനോട് പുരുഷൻ, പെണ്ണോട് പെണ്ണ്, സ്ത്രീയോട് സ്ത്രീ, പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും, സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിലക്ഷണമായി പെരുമാറുകയും വിലക്ഷണമായി അവർ ബന്ധത്തിൽ വരികയും ചെയ്യുന്ന പാപം സോദോമ്യ പാപം എന്ന് വിളിക്കുന്നു. വേറൊരു വിധത്തിൽ ഇന്നത്തെ ഭാഷയിൽ ഹോമോസെക്ഷുവാലിറ്റി ആൻഡ് ഗേ, ഹോമോസെക്ഷുവൽസ് ആൻഡ് ഗേ. ആണോട് ആൺ പാപം ചെയ്യുക, പെണ്ണോട് പെണ്ണ് പാപം ചെയ്യുക, വിലക്ഷണമായി പെരുമാറുകയും ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുക. ഇതാണ് സോദോമ്യ പാപം. ദ സിൻ ഓഫ് സോദോം, സോദോമ്യ പാപം. അത് ശാപത്തിലേക്ക് ആ ദേശത്തെ കൊണ്ടുപോകും, വ്യക്തികളെ അങ്ങനെ കൊണ്ടുപോകും, നയിക്കും എന്നുള്ളത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ്. മെമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിൻ്റെ കൂടാരം സന്ദർശിച്ച് അവരെ അനുഗ്രഹിച്ച ശേഷം ആ 3 പുരുഷന്മാർ, ദൈവപുരുഷന്മാർ, ദൈവം തന്നെ, അവിടം വിട്ട് സോദോം ഗോമോറ ദേശങ്ങളിലേക്ക് പോവുകയാണ് എന്ന് അബ്രഹാമിനെ അറിയിക്കുന്നു. എന്താണ് കാരണം? മുൻപറഞ്ഞ പാപം സംബന്ധിച്ച് വലിയ സങ്കടം ആ ദേശത്തു നിന്ന് തന്നെ യഹോവയുടെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് നേരിൽ കാണുവാനും അതിന് ദൈവം എങ്ങനെ അതിൽ ഇടപെടുന്നു എന്ന് ഉള്ളത് അത് നേരിട്ട് കാണുന്നതാണ് ആ വേദഭാഗത്തുള്ള മുഖ്യമായ പാഠം. അബ്രഹാമിനോട് പറയുന്നു, ഞാൻ അവിടേക്ക് പോവുകയാണ്. അബ്രഹാമിന് അതെല്ലാം അറിയാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അബ്രഹാം ഈ ദൈവപുരുഷന്മാരോട് ചോദിക്കുന്നു, ഒരു 50 പേർ സോദോം ഗോമോറ ദേശങ്ങളിൽ നീതിമാന്മാരായി ഉണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കുമോ? ഉത്തരം ഇല്ല. അല്ല, 45 പേർ ഇല്ല, നശിപ്പിക്കില്ല. അല്ല, 40, 30, 20. അവസാനം അബ്രഹാം ക്ഷമ ചോദിച്ചുകൊണ്ട് പറയുക, ഒരു 10 പേരെങ്കിലും ഉണ്ടായാൽ. ഉത്തരം നശിപ്പിക്കില്ല കുഞ്ഞെ. അവിടെ ആ അഭ്യർത്ഥന നിർത്തുകയാണ്. ഈ 3 പേർ
സോദോം ഗോമോറ ദേശങ്ങളിലേക്ക് പോകുന്നു. നേരിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടറിയുന്നു. അങ്ങനെ പോകുമ്പോഴാണ് അവിടെ അബ്രഹാമിൻ്റെ സഹോദരനായ ലോത്ത് അവിടെയാണ് ആ ദേശങ്ങളിലാണ് താമസിക്കുന്നത്. അവിടെ ആ വഴി കടന്നു പോകുമ്പോൾ ലോത്ത് അബ്രഹാമിൻ്റെ ആതിഥേയത്വം എന്ന പോലെ കാണാനാവുന്നതും ലോത്തിലും അത് കാണാൻ സാധിക്കുന്നു. ലോത്ത് ചെന്ന് ഈ അതിഥികളെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ സന്ദർഭത്തിൽ അവർ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ പോകുമ്പോൾ ഈ പുരുഷന്മാരായ ദൈവപുരുഷന്മാരുമായി ബന്ധപ്പെടുന്നതിന് ലോത്തിൻ്റെ ഭവനത്തിന് വാതിൽക്കൽ വന്ന് ആ ദേശത്തെ പാപത്തിൽ ആണ്ടിരിക്കുന്ന ആളുകൾ വന്ന് അവിടെ വന്ന് ഈ പുരുഷന്മാരെ പുറത്തു കൊണ്ടുവരും, അവർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ലോത്ത് വല്ലാതെ വിഷമിച്ചു. ആ സന്ദർഭത്തിൽ ദൈവം ഇടപെട്ട് അവരെ കണ്ണു കാണാൻ പാടില്ലാത്തവരാക്കി അന്ധരാക്കി തീർത്തു. അവർ തപ്പിത്തടഞ്ഞ് അവിടെ നിന്ന് പോകേണ്ടതായി വന്നു. ഈ 3 പുരുഷന്മാർ ലോത്തിൻ്റെ ഭവനത്തിൽ തന്നെ രാപാർത്തു. വെളുപ്പിന് എഴുന്നേറ്റ് ലോത്തിനോട് ദൈവപുരുഷന്മാർ പറഞ്ഞു, നീയും നിന്റെ ഭവനാംഗങ്ങളും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കൊള്ളണം. ദൈവം ഈ ഭവനത്തെ നശിപ്പിക്കുകയാണ്. ദൈവപുരുഷന്മാരുടെ ഈ വാക്കുകൾ കേട്ട് ലോത്തിൻ്റെ ഭാര്യ, 2 പെൺമക്കൾ, ഇങ്ങനെ 4 പേർ ആ ദേശത്തു നിന്ന്, സോദോം ഗോമോറ ദേശത്തു നിന്ന് എല്ലാം വിട്ട് ഓടിപ്പോവുകയാണ്. സമ്പന്നരായിരുന്നു, അതെല്ലാം വിട്ട് ഓടിപ്പോവുകയാണ്. ഒരു വലിയ കാര്യം, ഒരു പാഠമായി കാണുന്നത്, അങ്ങനെയുള്ള ഓട്ടത്തിൻ്റെ മധ്യേ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ലോത്തിൻ്റെ ഭാര്യ സങ്കടത്തോടെ തിരിഞ്ഞു നോക്കി. ആ സ്ഥാനത്ത് അവൾ ഉപ്പുതൂണായി തീർന്നു. Hurry, don't look back. Keep running quickly. ലോത്ത് ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുക, 2 പെൺമക്കളും. അവസാനം അവർ അതിനോട് ചേർന്ന പർവ്വതത്തിൽ ചെന്ന് പാർത്തു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ വേദഭാഗം ഇങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ശക്തമായി ദൈവവചനം നമുക്ക് തരുന്ന ദൂത്, സോദോമിൻ്റെ പാപം, സോദോം ഗോമോറ പട്ടണങ്ങളുടെ പാപം, സോദോമ്യ പാപം സോദോമിൻ്റെ നാശത്തിലേക്ക് നയിക്കുകയാണ്. ആ ദേശത്ത് പാർത്തിരുന്ന ഈ 4 പേരിൽ 3 പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഭാര്യ ഉപ്പുതൂണായിപ്പോയി. ആ ബാക്കി 3 പേർ ഒഴികെ ബാക്കി എല്ലാവരും നശിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സോദോമിൻ്റെ നാശം എന്ന് കാണുന്നത്. സസ്യലതാദികൾ നശിച്ചുപോയി, മൃഗജാലങ്ങളെല്ലാം നശിച്ചുപോയി, ഗന്ധകവും തീയും ആകാശത്തു നിന്ന് പൊഴിഞ്ഞു എന്നാണ്. അങ്ങനെ നശിച്ചുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് സോദോമിൻ്റെ നാശം. സോദോമ്യ പാപം സോദോമ്യ നാശത്തിലേക്ക് നയിക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകം അറിയേണ്ടതുണ്ട്. അവിടെ ഒരു വേദവാക്യം പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്, സോദോം ഗോമോറ ദേശങ്ങളിൽ ഈ തീയും ഗന്ധകവും ഒഴിഞ്ഞ സന്ദർഭത്തിൽ ദൈവം അബ്രഹാമിനെ ഓർത്തു. ദൈവം അബ്രഹാമിനെ ഓർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുവഴി ലോത്തും അവൻ്റെ പെൺമക്കളും രക്ഷ പ്രാപിക്കുന്നതിന് ഇടയായി തീർന്നു എന്നുള്ളതാണ്. നീതിമാനായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസവും നീതിയും ദൈവഭക്തിയും കാരണം സഹോദരനായ ലോത്ത് രക്ഷപ്പെടുന്നതായി, വീണ്ടെടുത്ത് ആ ആപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്.
ദൈവസന്നിധിയിൽ പാപമാണ് ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഹോമോസെക്ഷുവൽസ് ആൻഡ് ഗേ തീർച്ചയായിട്ടും ശാപഗ്രസ്തരായി പോകും എന്ന പാഠം തിരിച്ചറിഞ്ഞു. ഹോമോസെക്ഷുവൽസ് ആൻഡ് ഗേ തീർച്ചയായിട്ടും ശാപഗ്രസ്തരായി പോകും എന്ന പാഠം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ തീർച്ചയായും പ്രതിജ്ഞാബദ്ധരാകണം. അങ്ങനെയുള്ള പാപം ലോകത്തിൽ നിലനിൽക്കുന്നു. അത് ശാപത്തിലേക്ക് നയിക്കും, നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന് നമ്മൾ പഠിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും അത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കേണ്ടതുമാണ്. കുഞ്ഞുങ്ങളെ, ശാപമല്ല, അനുഗ്രഹം വേണം. സോദോമ്യ പാപം സോദോമ്യൻ്റെ നാശത്തിലേക്ക് നയിക്കും. അബ്രഹാമിൻ്റെ നീതിയും വിശ്വാസവും അവനെ അനുഗ്രഹത്തിലേക്ക് നയിച്ച് നീ ഒരു വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ള വലിയ പാഠം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് രുചിച്ചറിയുവാൻ കഴിയുന്നു എന്നുള്ളതും ഈ അവസരം വീണ്ടും നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായി.